Okay, today we have the topic method of estimation. Uh, there can be many different estimators of one and the same parameter of a population. Okay. In the previous classes, we all discussed about what do you mean by a parameter and estimators and how can we find a good estimator, etc., etc. Like, okay, then we can find ഡിഫറെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ഫോർ ദി സെയിം പാരാമീറ്റർ ഓഫ് എ പോപ്പുലേഷൻ. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ് ഒരു സെയിം പോപ്പുലേഷൻ എന്നുള്ളൊരു പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് എങ്ങനെ ആ എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വി ഹാവ് ടു മെത്തേഡ്സ് മെയിൻലി, ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ആൻഡ് ദി മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. ഓക്കെ, അപ്പോൾ രണ്ടിലായാലും എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട എസ്റ്റിമേറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ഉണ്ടാകുമെങ്കിൽ ആ എസ്റ്റിമേറ്റർ എന്താ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവിടെ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ചെയ്യുന്നത്. സോ വി ക്യാൻ സ്പീക്ക് ഓഫ് എസ്റ്റിമേറ്റിംഗ് തീറ്റ. ഓക്കെ, ആ പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. വി ആർ സ്പീക്കിംഗ് ഓഫ് ദി എസ്റ്റിമേറ്റിംഗ് ദ ഫിക്സ്ഡ് യെറ്റ് അൺനോൺ വാല്യൂസ് ഓഫ് ദ തീറ്റ ഹാസ്. അൺനോൺ വാല്യൂസ് ആണ്, നോട്ട് നോൺ വാല്യൂസ്, അൺനോൺ വാല്യൂസ് ഓഫ് തീറ്റ ഹാസ്. ആ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എന്താണ് നമുക്കൊരു എസ്റ്റിമേറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി അസ്യൂം ദാറ്റ് ദ റാൻഡം സാമ്പിൾ x1 x2 etc. xn came from the density f of x theta where theta is unknown but fixed. Our aim is to estimate the fixed unknown theta after looking at the values of the random variable. ആ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അൺനോൺ ആയിട്ടുള്ള തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ നമ്മൾ കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ്, ഫസ്റ്റ്ലി വി ഹാവ് ടു മെത്തേഡ്സ് ഹിയർ, ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് ആൻഡ് ദി മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. അതിൽ ഫസ്റ്റ് വേണം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൾ പിയേഴ്സൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് മെത്തേഡ്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് എസ്റ്റിമേറ്റിംഗ് കെ പാരാമീറ്റർ ഓഫ് എ പോപ്പുലേഷൻ വി ഇക്വേറ്റ് ഇൻ ജനറൽ ദ ഫസ്റ്റ് കെ മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിൾ ടു ദി ഫസ്റ്റ് കെ മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ. നമ്മളുടെ കെ മൊമെൻറ്റ്സ് ഓഫ് ദി സാമ്പിളും കെ മൊമെൻറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മളുടെ കെ പാരാമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ ആ ഇക്വേഷൻ കെ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. വി സോൾവിങ് ദ കെ ഇക്വേഷൻ ഫോർ the estimators. Let x be a random variable with the PDF f of x theta. Let mu r dash be the rth moment about the O, and mu r dash is equal to expectation of x raised to r item. In general, mu r dash will be non-function of theta, and we write mu r dash is equal to mu r dash of theta. തീറ്റയുടെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ലെറ്റ് x1 x2 etc. xn be a random sample of size n drawn from the population with the PDF f of x theta. Then rth sample moment ആയിട്ട് നമ്മൾ mr dash is equal to 1 by n summation I equal to 1 to n xi raised to r. അപ്പോൾ നമ്മൾ അതിൻ്റെ ആർത്ത് മൊമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ സാമ്പിൾ മൊമെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഫ്രം ദിസ് ഇക്വേഷൻ എം ആർ ഡാഷ് ഓഫ് തീറ്റ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് നമ്മൾ തീറ്റ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. ലെറ്റ് തീറ്റ ക്യാപ് ബി ദി സൊല്യൂഷൻ ഓഫ് തീറ്റ, ദെൻ തീറ്റ ക്യാപ് ഈസ് ദി എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ഒബ്റ്റൈൻഡ് ബൈ ദി മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സാമ്പിൾ മൊമെൻറ്റ്സോ അതിൻ്റെ റോ മൊമെൻറ്റ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ പാരാമീറ്റർ തീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ എസ്റ്റിമേറ്റർ ആയിട്ടുള്ള തീറ്റ. ഓക്കെ, ദെൻ നമ്മുടെ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ അസിംപ്റ്റോട്ടിക്കലി അൺബയാസ്ഡ് ആണ്. ദേ ആർ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റേഴ്സ്, അത് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ആണ്. അണ്ടർ ഫെയറി ജനറൽ കണ്ടീഷൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മൊമെൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ അസിംപ്റ്റോട്ടിക്കലി നോർമൽ ആയിട്ട് മാറും. അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മളുടെ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സിന്. ദ നെക്സ്റ്റ് വൺ ആണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്. സോ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് നമുക്കറിയാവുന്നതാണ്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ലൈക്ലിഹുഡ് ഫംഗ്ഷനാൽ അതിൻ്റെ എഫ് ഓഫ് എക്സ് തീറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടു ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റണം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ, ഡിപ്പെൻഡൻറ്റ് ഓഫ് ദി പാരാമീറ്റർ ആയിരിക്കണം, മറ്റേത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാരാമീറ്റർ ആയിരിക്കണം. സോ ഒന്നുകൂടി നമുക്ക് റീകോൾ ചെയ്ത് പോവാം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് n റാൻഡം വേരിയബിൾ x1 x2 etc. xn defined to be the joint PDF of the random variable, say f of x1 x2 etc. xn theta, which is considered to be a function of theta. തീറ്റയുടെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ അതിൻ്റെ ജോയിൻറ്റ് PDF നമ്മൾ എടുത്തു. Okay, in particular, suppose that x is a random variable and x1 x2 etc. xn is a random sample of x having the PDF f of x theta.
Also x1, x2, etc. xn are the observed sample values. Then the likelihood functions defined as L of x1, x2, etc. xn theta that's equal to f of x1, x2, etc. xn theta ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടുത്തെ അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് തീറ്റ എന്നായിട്ടും എടുക്കാം. സോ ഓരോ സാമ്പിൾസിനും കറസ്പോണ്ട് എഫ് ഓഫ് x1 തീറ്റ, എഫ് ഓഫ് x2 തീറ്റ, എക്സെട്ര എഫ് ഓഫ് xn തീറ്റ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് എഫ് ഓഫ് xi തീറ്റ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. സോ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസിന് പ്രൊഡക്റ്റ് എടുത്താൽ മതി ഓരോ സാമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട്. The likelihood function can be also denoted as L of x theta or L of theta നമ്മൾ denote ചെയ്യാൻ. It's just in a notation. The principle of maximum likelihood consisting in finding an estimator of the parameter which maximize L for the variations in the parameter. Okay, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് ആണ് അതിൻ്റെ എസ്റ്റിമേറ്റർ ഓഫ് ദി പാരാമീറ്റർ മാക്സിമൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ മാക്സിമം അല്ലെങ്കിൽ മിനിമം, അതായത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസും അത് മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ്. സോ നമ്മളുടെ ഗ്രാഫ് തിയറിയിൽ നമ്മുടെ മാത്സിൽ ഫസ്റ്റ് സെമ്മിലൊക്കെ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഒരു ഗ്രാഫിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരുന്ന പോയിൻ്റ് ആയിരിക്കും. അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ അത് മാക്സിമം പോയിൻ്റ് ആയിരിക്കും, പോസിറ്റീവ് ആകുമ്പോൾ അത് മിനിമം പോയിൻ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Thus, the problem of finding maximal likelihood estimator is the problem of finding the value of theta that maximizes L of theta. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ടി നമ്മൾ ചൂസ് ചെയ്തു ഓഫ് ദി സാമ്പിൾ വാല്യൂ വിച്ച് മാക്സിമൈസ് എൽ ഫോർ ദി വേരിയേഷൻ ഇൻ ദി പാരാമീറ്റർ തീറ്റ ദറ്റ് കാൾഡ് ദി ദെൻ ടി ഈസ് കാൾഡ് ദി മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി തീറ്റ. ദാറ്റ് ഈസ് നമ്മൾ ഡിനോട്ട് ചെയ്യുക MLE ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. Thus T is a solution if any of dou L by dou theta equal to 0 വരണം ആൻഡ് dou square L by dou theta square എന്ത് വരണം, നെഗറ്റീവും വരണം. Also L and log L have maximum at the same value of theta. then നമ്മളവിടെ log L ആണ് അവിടെ ചൂസ് ചെയ്യുക, ഇൻസ്റ്റെഡ് ഓഫ് L നമ്മൾ ചൂസ് ചെയ്യുക. Thus maximal likelihood estimator is the solution of the equation dou by dou theta of log L equal to 0 and dou square by dou theta square log L less than 0 ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. Thus the maximal likelihood estimator can also be used for the simultaneous estimation of the several parameter of the given population. several parameter കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ maximal likelihood estimator യൂസ് ചെയ്യാറുണ്ട്. In that can be used must find the values of the parameter that maximize the likelihood function. Then നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന maximum likelihood functionsൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. Properties of MLEs. MLEs are consistent ആണ്. The distribution of MLEs tend to normally for large samples corresponding ആയിട്ട് maximum likelihood functions distribution normal distribution ആയിട്ട് മാറും. They are most efficient ആണ് maximum likelihood estimator. They are sufficient if sufficient estimators exist. Sufficient estimator exist ചെയ്യുന്നുണ്ടെങ്കിൽ maximum likelihood estimator എന്തായിരിക്കും, sufficient estimator ആയിരിക്കും. They are not necessarily unbiased ആകണമെന്ന് ഇല്ല. They have invariance property. What do you mean by invariance property? Suppose T അതിലൊരു maximum likelihood estimator of theta ആണെങ്കിൽ G of T എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും, G of thetaയുടെ ഒരു maximum likelihood estimator ആയിരിക്കും. ഓക്കെ, G of theta എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻ ഓഫ് എ പാരാമീറ്റർ തീറ്റ ആണ്. G of T എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്റ്റിമേറ്റർ ടിയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കണം. G ബീങ് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് തീറ്റ വിത്ത് എ യുണീക്ക് ഇൻവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. ഈ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്റ്റാറ്റിൽ തന്നെയാണ് ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിലോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ള അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റേഴ്സ്. അതൊന്ന് റീകോൾ ചെയ്ത് പോവുക മാത്രം ചെയ്താൽ മതി. അവിടെ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫിറ്റ് എ കർവ് ഓഫ് ദി ഫോം y equal to f of xi a0 a1 a2 etc an where a's are unknown parameters to a set of n sample observation x1 y1 x2 y2 etc xn yn from a bivariate population. ആ കർവ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ബെസ്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. By the principle of least square, here we minimize the sum of the squares of the errors between the observed and estimated values. അപ്പോൾ ഒബ്സർവ്ഡ് വാല്യൂസ് എസ്റ്റിമേറ്റഡ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സം ഓഫ് സ്ക്വയറിൻ്റെ എന്താണ് എറർ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ നമ്മൾ ചെയ്യുന്നത്. സോ എസ് ഇസ് ഈക്വൽ സമ്മേഷൻ y മൈനസ് എഫ് ഓഫ് xi a0 a1 a2 etc an ഹോൾ സ്ക്വയർ സബ്ജക്ട് ടു ദി വേരിയേഷൻ ഇൻ a0 a1 a2 etc an. For s is minimum we have dou s by dou I equal to 0 എന്നാവും. ഓരോ a1 a2 etc എല്ലാത്തിനും സാറ്റിസ്ഫൈ ആണ്.
അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻസ് നമ്മൾ വിളിക്കുന്നവരാണ് ദി നോർമൽ ഇക്വേഷൻസ്. ആ നോർമൽ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ദെൻ വി ഗെറ്റ് ദി എസ്റ്റിമേറ്റേഴ്സ് A0, A1, A2 എക്സെട്ര നമുക്കന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരു ജസ്റ്റ് റീകോൾ ആയിട്ട് പോയാൽ മതി, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ആണ്. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിലെ എസ്റ്റിമേറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്. Here we consider estimators which are unbiased and having minimum variance. Okay, unbiased estimator ആയിരിക്കണം, അതിന് മിനിമം വേരിയൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. Let x0, x1, x2, etc. xn be a random sample drawn from a population with the PDF f of x theta. Then the likelihood function നമുക്കറിയാവുന്ന നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസിന് പ്രൊഡക്റ്റ് എടുത്താൽ മതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് L equal to product of f of xi theta. അതിന് നമുക്ക് മിനിമം വേരിയൻസ് ആണ് ഉണ്ടാവുന്നത്. The problem is to find a statistic t equal to of x1, x2, etc. xn such that expectation of t equal to എന്ത് വരണം, അത് അൺബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഏതാണ് പാരാമീറ്റർ, ആ പാരാമീറ്ററിന് കിട്ടണം. Integral minus infinity to infinity L dx, that is gamma of theta, which implies expectation of t. Integral minus alpha to minus infinity to infinity t of minus gamma of theta L of dx is equal to 0. അതിന് നമ്മൾ സബ്ജക്റ്റ് ചെയ്യണം. വേരിയൻസ് ഓഫ് ടി നമുക്കറിയാവുന്നതാണ്. ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ടി ഹോൾ സ്ക്വയർ ഇൻറ്റു എൽ ഡി എക്സ് ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി മൈനസ് ഗാമ ഓഫ് തീറ്റ എൽ ഡി എക്സ് ഇക്വേഷൻ നമ്പർ 2 ഈസ് മിനിമം ആയിട്ട് വരും. ഇൻ അതർ വേർഡ്സ് വി ഹാവ് ടു മിനിമൈസ് ഇക്വേഷൻ 2 നമുക്ക് മിനിമൈസ് ചെയ്യണം കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിൽ. ഹിയർ നോട്ട് ദാറ്റ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് 1 ഡി എക്സ് 2 ഡി എക്സ് 2 എക്സെട്ര ഡി എക്സ് എന്നാണ്. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. സോ മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ് എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് തിയറി പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. പ്രോബ്ലംസ് നമ്മൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.